ഗ്രാഫ് ഓഫ് ഇൻവേഴ്സ് ഫങ്ഷൻസ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഗ്രാഫ് വരച്ചിരുന്നു, y = x³ y = x³ ഗ്രാഫ് ഇങ്ങനെയാണ്. പിന്നെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു y = x⁻⁴ y = x⁻⁴. ഇതിൻ്റെ രണ്ടിൻ്റെ ഗ്രാഫ് ഞാൻ പറഞ്ഞു. ഇവർ ഇൻവേഴ്സ് ഫങ്ഷൻസ് ആണെന്ന് പറഞ്ഞു. കാരണം എഫ് കോമ്പോസിഷൻ g(x) എന്ന് പറയുന്നത് x ആണ്, g കോമ്പോസിഷൻ f(x) എന്ന് പറയുന്നതും x കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവർ രണ്ട് ഇൻവേഴ്സസ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ദെൻ അപ്പോൾ നമുക്കറിയാം എ ബി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് നമ്മുടെ എഫ് എന്ന് പറയുന്ന ഫങ്ഷനിലുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സായ എഫ് ഇൻവേഴ്സിൽ ഏത് പോയിൻ്റ് ഉണ്ടായിരിക്കും? ബി എ എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ y = x³ എന്നുള്ള ആ ഫങ്ഷനകത്ത് അല്ലെങ്കിൽ ആ ഫങ്ഷനിൽ നമുക്കറിയാം x2 കൊടുക്കുകയാണെങ്കിൽ y 8 ആയിരിക്കും, 2 8 ഉണ്ടായിരിക്കും. അപ്പോൾ y = x⁻⁴ലോ x 8 കൊടുത്താൽ y എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ 8 ഇതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ എ ബി എഫിലെ ഒരു പോയിൻ്റ് ആണെങ്കിൽ ബി എ എഫ് ഇൻവേഴ്സിലെ ഒരു പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം വേറൊരു ഗ്രാഫ് ഞാൻ പറയുകയാണ്. വേറൊരു ഫങ്ഷൻ ഞാൻ എടുക്കുന്നു. അത് ബി എന്ന് പറയുന്ന പോയിൻ്റ് കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ സെയിം ബി വന്നാൽ ആ ബി കൂടെ തന്നെ പാസ് ചെയ്തിട്ട് അതിൻ്റെ മിറർ ഇമേജായിട്ട് y = x ഇമേജായിട്ടായിരിക്കും മറ്റേ ഗ്രാഫ് വരുന്നത്. ഇത് എഫ് ആണെങ്കിൽ ഇത് എഫ് ഇൻവേഴ്സ് ആയിരിക്കും. അപ്പോൾ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് ദ ഗ്രാഫ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ y = x എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെ ഫങ്ഷൻസിന് ഇൻവേഴ്സസ് ഉണ്ട് എന്ന് നോക്കാം. ഏതൊക്കെ ഫങ്ഷൻസിനുണ്ടെന്ന് നോക്കിയാൽ ഫോർ എക്സാമ്പിൾ y = x² എന്നുള്ള ഒരു ഫങ്ഷൻ ഞാൻ എടുക്കുന്നു. അതിൻ്റെ ഗ്രാഫ് നിങ്ങൾക്കറിയാം. y = x² എന്നുള്ളത് ഇതാണ്, y = x² എന്നുള്ള ഗ്രാഫ് ഫങ്ഷൻ. അപ്പോൾ അവിടെ ഞാൻ ഒരു y വാല്യൂ ഞാൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ, ഇത് ഞാൻ 4 എന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരുന്നത്? 4 ആണെങ്കിൽ ഇവിടെ 2 ഉണ്ടായിരിക്കും, ഇവിടെ 2 ഉണ്ടായിരിക്കും. 2ൻ്റെ സ്ക്വയർ 4 അല്ലേ? അപ്പോൾ ഒരു y വാല്യൂവിന് ഇതൊരു y ആണെങ്കിൽ അതിൻ്റെ റൂട്ടായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ഒരു y വാല്യൂവിന് 2 x വാല്യൂസ് ഇവിടെ ഉണ്ടായിരിക്കും. √y അല്ലെങ്കിൽ 2 എന്നുള്ള 2 വാല്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം 2 4 ഇത് -2 ആണ്, ഇത് 2 ഇത് -2. അപ്പോൾ 2 4ഉം ഇതിലെ ഒരു എലമെൻറ്റാണ്, അതേപോലെ -2 4ഉം ഇതിലെ ഒരു എലമെൻറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞതനുസരിച്ചിട്ട് 4 2ഉം 4 -2ഉം എഫ് ഇൻവേഴ്സിൽ എലമെൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഒരു ഫങ്ഷൻ അല്ല. അതുകൊണ്ട് ഇതിന് ഇൻവേഴ്സ് ഇല്ല. ഇതിൻ്റെ ഇൻവേഴ്സ് കാണാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ഡൊമൈൻ -∞ to +∞ ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ y = x² എന്നുള്ളതിന് ഒരു ഇൻവേഴ്സ് എടുക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഇത് 2ഉം -2ഉം 4ലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എടുക്കുമ്പോൾ 4ന് 2 ഇമേജസ് വരും. അപ്പോൾ എഫ് ഇൻവേഴ്സ് അവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇനി ഇവിടെ എനിക്ക് എഫ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ എപ്പോഴാണ്? y = x² എന്നുള്ളത് ഞാനിവിടെ പോസിറ്റീവ് സൈഡ് മാത്രം എടുക്കുകയാണെങ്കിൽ 0 to ∞ മാത്രമാണ് ഇവിടെ ഡൊമൈൻ എടുക്കുന്നതെങ്കിൽ എനിക്ക് ഇവിടെ ഒരു 4ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു 2 വരുള്ളൂ. അപ്പോൾ ഇതിനെനിക്ക് ഇൻവേഴ്സ് കാണാൻ പറ്റും. ഇവിടെ y = x² ഇൻ ദ ഡൊമൈൻ 0 ∞ ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു yക്ക് ഒരു √y എന്നുള്ളൊരു x വാല്യൂ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് y = x² or x √y എന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് y ആണ്, y = √x. അപ്പോൾ y = x² എന്നുള്ള ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് y = √x ആയിരിക്കും. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ആ ഫംഗ്ഷൻ 1 1 ആയിരിക്കണം. 1 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് ഡെഫിനിഷൻ? 1 1ൻ്റെ ഡെഫിനിഷൻ, ഒരു ഫംഗ്ഷൻ എഫ് ഈസ് 1 1 ഇഫ് f of x1 not equal to f of x2 implies x1 not equal to x2.
അപ്പോഴാണ് നമ്മൾ പറയുക ദാറ്റ് ഫംഗ്ഷൻ എഫ് ഈസ് 1 1. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ഫംഗ്ഷന് അതിന് ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷൻ 1 1 ആയിരിക്കണം. ഇനി നമുക്കിവിടെ ഒരു y = x² എന്നുള്ളതിന് ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു വാല്യൂവിന് 2 ഇമേജസ് ഉണ്ട്. അല്ലെങ്കിൽ ആ ഹൊറിസോണ്ടൽ ലൈൻ ഈ ഗ്രാഫിനെ ഗ്രാഫിനെ 2 പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഞാനൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ ഈ ഗ്രാഫിനെ ഒരു പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഒരു പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ എത്തുമ്പോൾ അത് 2 പോയിന്റിൽ ഹൊറിസോണ്ടൽ ലൈൻ, ഏതൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാലും അതെല്ലാം 2 പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല, ഈ ഫംഗ്ഷൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്? ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫിൽ നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ലൈൻ ആ ഗ്രാഫിനെ ഒറ്റ പോയിന്റിൽ മാത്രം മീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയും. അപ്പോൾ എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എന്താണ്? ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈഫ് ആൻഡ് ഓൺലി ഈഫ് ദാറ്റ് ഫംഗ്ഷൻ എഫ് ഈസ് 1 1. ഒരു ഫംഗ്ഷൻ എഫ് 1 1 ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അതുപോലെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ 1 1 ആയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു, നേരത്തെ നമ്മൾ പറഞ്ഞു f(x) = x⁻⁴. അത് ഈ ഫംഗ്ഷൻ 1 1 ആണ്, അതിനൊരു ഇൻവേഴ്സ് ഉണ്ട്, ആ ഇൻവേഴ്സ് x³ ആണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ നമ്മൾ വേറൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്, f(x) = x³ - 3x + 1. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ദിസ് ഈസ് y = x³ - 3x + 1. അപ്പോൾ ഇവിടെ y = 1. അപ്പോൾ x³ - 3x + 1 = 1. അപ്പോൾ x × x - 3 = x² - 3 = 0. Therefore x is equal to 0 or x² = 3 or x is equal to ±√3. അപ്പോൾ ഇവിടെ y 1 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ± √3 3 വാല്യൂസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല 1 1 അല്ല, അതുകൊണ്ട് ഇനി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി ഇതിൻ്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഗ്രാഫ് ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്, നിങ്ങൾക്ക് വരയ്ക്കാം. അത് വരയ്ക്കുകയാണെങ്കിൽ എന്താ കിട്ടുകയെന്ന് വെച്ചാൽ ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് ദിസ് y = x³ - 3x + 1. ഇതാണ് എൻ്റെ ഗ്രാഫ്. അപ്പോൾ അതിനൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ 1 എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ എവിടെയൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്? ഇത് 0 പിന്നെ √3 -√3 3 പോയിന്റിൽ ഈ ഗ്രാഫിനെ ഇത് മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 1 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ 3 പോയിന്റിൽ ഗ്രാഫിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് വെച്ചിട്ടും ഇവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ നോക്കുമ്പോൾ y = 1, എക്സിന് 3 വാല്യൂസ് കിട്ടുന്നുണ്ട് ഗ്രാഫും. f ഈസ് നോട്ട് 1 1, therefore f does not have an inverse. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കാണണമെങ്കിൽ എന്ത് വേണം? ആദ്യം നമ്മൾ y = f(x) ഇടുക, എന്നിട്ട് സോൾവിങ് for x, ഇൻ്റർചേഞ്ച് x and y and write y = f inverse of x. For example, f(x) = 1/√2x - 3. അപ്പോൾ ഇവിടെ this is y is equal to 1/√2x - 3. That is y² = 1/2x - 3. Therefore 2x - 3 equal to 1/y², which implies 2x is equal to 1/y² plus 3, which implies 3y² plus 1/y² equal to 2x. Therefore x is equal to 3y² plus 1/2y². ഇതാണ് സോൾവിങ് for x തന്നിരുന്ന ഇക്വേഷൻ. വൈയിലെ ഇക്വേഷനെ ഞാൻ y ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനെ ഞാൻ x is equal to എന്നാക്കി മാറ്റി. അപ്പോൾ സോൾവിങ് for x. അപ്പോൾ therefore f inverse of x എന്താണ്? എനിക്കിതിന് ഇൻ്റർചേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് y is equal to 3x² plus 1/2x² എന്നാക്കാം. കാരണം വേരിയബിൾ
വേരിയബിളിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എനിക്കിത് വേരിയബിൾ ഇൻ്റർചേഞ്ച് ചെയ്യാം. ദിസ് ഈസ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x² പ്ലസ് 1/2x². ഇങ്ങനെയാണ് നമ്മൾ ഇൻവേഴ്സ് കാണുന്നത്. അപ്പോൾ ഇൻവേഴ്സ് കാണാനുള്ള 2-3 പ്രോബ്ലം ഞാൻ ഇട്ടിരിക്കാം. ഇനി നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ഓഫ് ഇൻവേഴ്സ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ F11 ആണെങ്കിൽ ഇഫ് ഇൻവേഴ്സും എന്തായിരിക്കും 11 ആയിരിക്കും. കാരണം എഫിലുള്ള പോയിൻറ്റിനെല്ലാം തിരിച്ചും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് 11 ആയിരിക്കും. എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഇൻവേഴ്സും കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എഫ് ഓഫ് സി. അടുത്തൊരു തിയറം, ഡെറിവേറ്റീവ് ഓഫ് ആൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ. ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണാമെന്നും. ലെറ്റ് എഫ് ബി എ ഡിഫറൻഷ്യബിൾ on its domain and have an inverse function g equal to f inverse, then the derivative of g or derivative of f inverse is equal to 1/f dash of g of x, where f dash of g of x not equal to 0. അപ്പോൾ നമ്മളിവിടെ തന്നിരിക്കുന്നത് എന്തായിരുന്നു? g is differentiable, f is differentiable ആയതുകൊണ്ട് g is also differentiable. then x is equal to, ഇത് രണ്ടും എഫും ജിയും ഇൻവേഴ്സസ് ആയതുകൊണ്ട് നേരത്തെ ഡെഫിനേഷൻ വെച്ചിട്ട് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈസ് എക്സ്. therefore x is equal to f of g of x. differentiating both sides with respect to x, we get 1 is equal to d by dx of f of g of x. that is equal to f dash of g of x into g dash of x. therefore ഇതിൽ നിന്ന് g dash of x is equal to 1 divided by f dash of g of x. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം, എഫ് ഓഫ് എക്സ് ഈസ് എക്സ് സ്ക്വയർ ഫോർ എക്സ് ഇൻ ദ ഇൻ്റർവൽ 0, പ്രൂവ് ദാറ്റ് 2, 4 ലൈസ് ഓൺ ദ ഗ്രാഫ് എഫ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു 2, ദെൻ വൈ ഇസ് ഈക്വൽ ടു 4. അപ്പോൾ 2, 4 ഈസ് എ പോയിൻ്റ് ഓൺ ദ ഗ്രാഫ്. ഇനിയും എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്. ദെൻ ഫൈൻഡ് ദ ജി ഡാഷ് ഓഫ് 4. g dash of x എന്ന് പറയുന്ന 1/f dash of g of x. therefore g dash of 4 is equal to 1/f dash of g of 4. 1/f dash of g of 4. g of 4 എന്താണ്? 4ൻ്റെ ഇമേജ് 2 ആണ്. 4 2 എന്ന് വരും. അപ്പോൾ ഇവിടെ 1/f dash of 2. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. 1/2x at x is equal to 2, therefore the value is 1/4. ഇനി കുറച്ച് പ്രോബ്ലംസ് ഞാൻ അസൈൻമെൻറ്റിൽ തരുന്നതായിരിക്കും.